കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രത്യേകിച്ച് ഭരണകക്ഷിയിൽ പ്രധാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജനസ്വാധീനമുള്ള മുതിർന്ന നേതാക്കന്മാരെ ഒതുക്കുക എന്നുള്ള പ്രവണത പണ്ട് കാലത്തേ ഉണ്ട്. അത് കൂടുതലും അതിനിരയാക്കപ്പെട്ടത് കണ്ണൂരിൽ നിന്ന് പുറത്തുള്ള നേതാക്കന്മാരാണ് അതിനിരയാക്കപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ. EMS വരെ ആ രീതിയിൽ ഒതുക്കിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ EMS നമ്പൂതിരിപ്പാടിനെ നമ്മൾ അറിയുന്നത് ദേശാഭിമാനിയിലെ ഒരു കോളത്തിൽ ഒതുക്കി EMS എന്നുള്ളതാണ്. പല സഖാക്കളും നേരിട്ട് EMS പൊട്ടത്തരം പറയുന്നു എന്നുള്ള രീതിയിൽ വരെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് അച്യുതാനന്ദനും നായനാരുമുള്ള കാലഘട്ടത്തിൽ അച്യുതാനന്ദനെയും നായനാരെയും വെച്ചിട്ടായിരുന്നു ഈ താരതമ്യം ചെയ്യലും ഒതുക്കലും നടന്നത്. അവിടെയും അച്യുതാനന്ദ പക്ഷം നായനാർ പക്ഷം എന്ന് പറയുന്ന രണ്ട് പക്ഷങ്ങളുണ്ടെന്ന് പറഞ്ഞു വരുത്തുകയും കണ്ണൂർ ലോബിക്ക് മുൻതൂക്കം കിട്ടുന്ന രീതിയിൽ അച്യുതാനന്ദനെ പലപ്പോഴും ഒതുക്കാനുള്ള പല ശ്രമങ്ങളും നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സഖാക്കൾ പറഞ്ഞത് അച്യുതാനന്ദൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളും നായനാർ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആളും ആയിരുന്നു എന്നാണ്. നായനാർ കാലഘട്ടത്തിന് ശേഷം അച്യുതാനന്ദൻ പാർട്ടിയിലൊരു വലിയ ശക്തിയായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഒതുക്കാൻ വേണ്ടി കണ്ണൂർ ലോബി ഉപയോഗപ്പെടുത്തിയ പിണറായിയാണ്. അത് ഏകദേശമൊക്കെ വിജയിക്കുകയും ചെയ്തു. എങ്കിലും ജനഹൃദയങ്ങളിൽ ബഹുമാന്യനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സഖാവ് VS അച്യുതാനന്ദനുള്ള സ്നേഹം, കരുതൽ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5-6 വർഷമായി കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും ഇന്നും ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് നൽകുന്ന ആദരവ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ജന്മം കൊണ്ട കാലഘട്ടം മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള അതുല്യന്മാരായിട്ടുള്ള നേതാക്കന്മാർക്കൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളതും ഇത് തന്നെയാണ്. ഒന്നെങ്കിൽ കാരാഗ്രഹത്തിലായിരിക്കും, അതല്ലെങ്കിൽ പൂർണ്ണമായും തഴയപ്പെടും, അതല്ലെങ്കിൽ ഏകാന്തവാസത്തിലായിരിക്കും, അതല്ലെങ്കിൽ അഭിപ്രായമില്ലാതെ ജീവിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്വഭാവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അച്യുതാനന്ദനും സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി.